محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയും ദീനിന്റെ പേരിൽ വസിയ്യത്ത് ചെയ്യുകയുമാണ്. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ അൽ അഖീദത്തുൽ വാസിത്തിയ്യ എന്ന കിതാബിൽ വമിനൽ ഈമാനി ബില്ലാഹി الإيمان بما وصف به نفسه في كتابه وبما وصفه به رسوله من غير تحريف ولا تعطيل ومن غير تكييف ولا تمثيل بل يؤمنون بأن الله ليس كمثله شيء وهو السميع البصير فلا ينفون عنه ما وصف به نفسه ولا يحرفون الكلمة عن مواضعه. ഈ ഒരു ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചു വന്നത്. അതിൽ ومن الإيمان بالله الإيمان بما وصف به نفسه في كتابه وبما وصفه به رسوله من غير تحريف ولا تعطيل. അള്ളാഹു തന്നെ അള്ളാഹുവിൻ്റെ കിതാബിൽ വസ്ഫ് ചെയ്തതുകൊണ്ടും അള്ളാഹുവിൻ്റെ റസൂൽ വസ്ഫ് ചെയ്തതുകൊണ്ടും വിശ്വസിക്കണം എന്ന് വിശദീകരിച്ചു. അപ്രകാരം മിൻ ഗൈരി തഹ്രീഫിൻ വലാ തഅ്തീൽ, തഹ്രീഫും തഅ്തീലും കൂടാതെ. എന്താണ് തഹ്രീഫ്, എന്താണ് തഅ്തീൽ? അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇവിടെ വിശദീകരിച്ചത്. ഇനി നമ്മൾ വിശദീകരിക്കുന്നത് വമിൻ ഗൈരി തക്യീഫിൻ വലാ തംസീൽ. തക്യീഫും തംസീലും കൂടാതെ വിശ്വസിക്കണം എന്നുള്ളതാണ്. ആദ്യം മിൻ ഗൈരി തഹ്രീഫിൻ വലാ തഅ്തീൽ, പിന്നെ വമിൻ ഗൈരി തക്യീഫിൻ വലാ തംസീൽ. ഇവിടെ മിൻ ഗൈരി എന്നുള്ളത് ആവർത്തിച്ചു കൊണ്ടുവന്ന് തക്യീഫിനെയും തംസീലിനെയും വേർപ്പെടുത്തി. കാരണം തഹ്രീഫും തഅ്തീലും ഏറെക്കുറെ സമാനാർത്ഥം വരുന്ന പ്രയോഗങ്ങളാണ്. അതേപോലെ തന്നെയാണ് തക്യീഫും തംസീലും. അടുത്ത് ആശയങ്ങൾ ഉള്ള രണ്ട് പദങ്ങളാണ് തക്യീഫ്, തംസീൽ എന്നിവ. അതുകൊണ്ടാണ് വമിൻ ഗൈരി തക്യീഫിൻ വലാ തംസീൽ എന്ന് പറഞ്ഞത്. ഇനി എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്നുള്ളതാണ്. അള്ളാഹു തന്നെ തൻ്റെ കിതാബിൽ വിശേഷിപ്പിച്ചതിൽ വിശ്വസിക്കുക, അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹുവിനെ വിശേഷിപ്പിച്ചത് കൊണ്ട് വിശ്വസിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ചത് ഒന്നുകിൽ ഖൗലിയായ സുന്നത്ത് കൊണ്ട്, അല്ലെങ്കിൽ ഫഅലിയായ സുന്നത്ത് കൊണ്ട്, അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തഖ്രീരി അംഗീകാരത്തിലും മുഖേനയുള്ള സുന്നത്ത് കൊണ്ട് ഉള്ള വിശദീകരണം, വിശേഷണം. അത് മിൻ ഗൈരി തക്യീഫിൻ, തക്യീഫ് കൂടാതെയാണ് വിശ്വസിക്കേണ്ടത്. അതേപോലെ തംസീലും കൂടാതെയാണ് വിശ്വസിക്കേണ്ടത്. തക്യീഫ് എന്ന് പറഞ്ഞാൽ എന്താ? തക്യീഫ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞു അൻതദ്കുറ കൈഫിയത്ത സിഫ, സിഫത്തിന്റെ കൈഫിയത്ത് നീ അനുസ്മരിക്കലാണ്. അതായത് കൈഫ്, എങ്ങനെ എന്നൊരു മനുഷ്യൻ ഓർക്കുക, അല്ലെങ്കിൽ ഭാവനയിൽ കൊണ്ടുവരിക. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വിശേഷിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അർ-റഹ്മാനു അലൽ അർശിസ്തവ, റഹ്മാനായ അള്ളാഹു അർഷിന്മേൽ ഇസ്തിവായിലാണ്, അർഷിന് മുകളിലാണ്
ഇത് എങ്ങനെ എന്ന് ആലോചിക്കാതെ എങ്ങനെയായിരിക്കും എന്നുള്ളത് മനസ്സിൽ കോലപ്പെടുത്താതെ വിശ്വസിക്കണം. ഇതാണ് മിൻ ഗൈരി തക്യീഫിൻ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, قل إنما حرم ربي الفواحش ما ظهر منها وما بطن والإثم والبغي بغير الحق وأن تشركوا بالله ما لم ينزل به سلطانا وأن تقولوا على الله ما لا تعلمون. ഇവിടെ വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിയാത്തത് നിങ്ങൾ അല്ലാഹുവിന്റെ മേൽ പറയുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ സംഗതിയിൽപ്പെട്ടതാണ്. അല്ലാഹു അർശിന്മേൽ ഇസ്തിവായിലാണ് എന്ന് അല്ലാഹു പറഞ്ഞു. പക്ഷേ അതിന്റെ കൈഫിയത്ത് എങ്ങനെയെന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരാൾ കൈഫിയത്ത് എങ്ങനെയെന്നുള്ളത് ഭാവനയിൽ കൊണ്ടുവരൽ അല്ലാഹു അറിയിക്കാത്ത ഒരു കാര്യം കൊണ്ടുവരലാണ്. ഒരു മനുഷ്യൻ ഒരു കൈഫിയത്ത് കോലത്തെ കൊണ്ടുവരികയും അത് ഇന്ന രീതിയിലായിരിക്കും എന്ന് ഭാവിക്കുകയും ചെയ്താൽ അത് അള്ളാഹുവെ കുറിച്ച് അവന് അറിവില്ലാത്തത് പറയലും വിശ്വസിക്കലാണ്. അതുകൊണ്ട് തന്നെ അത് കുറ്റകരമാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ എന്തെന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്മേൽ ഇസ്തിവായിലാണ് എന്ന് പറഞ്ഞാൽ അതിനൊരു കൈഫിയത്ത് ഉണ്ട് എന്നുള്ളത് ശരിയാണ്. അള്ളാഹു എങ്ങനെ അർശിന്മേലായി അതിനൊരു കൈഫിയത്ത് ഉണ്ട്. പക്ഷേ അത് നമ്മളോട് അള്ളാഹു പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹു അർശിന്മേൽ എങ്ങനെയെന്നുള്ള ഇൽമ് അറിവിൽ ഇല്ലാത്തവരാണ്. അതുകൊണ്ട് തന്നെ അത് ചോദിക്കുക എന്നുള്ളത് പാടുള്ളതല്ല. ഇപ്രകാരം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമാഉ ദുനിയയിലേക്ക് ഇറങ്ങും എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു, യൻസിലു റബ്ബുന ഇല സമാഇ ദുനിയ, അസ്സമാഉ ദുനിയയിലേക്ക് ഭൗമാന്തരീക്ഷത്തോടടുത്ത ആകാശത്തിലേക്ക് അള്ളാഹു ഇറങ്ങും എന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്വത്തിന് അനുയോജ്യമാം വിധം, അവന്റെ പരിപൂർണതക്ക് അനുയോജ്യമാം വിധം അള്ളാഹു സമാഉ ദുനിയയിലേക്ക് ഇറങ്ങുന്നവനാണ്. അതിനൊരു കൈഫിയത്ത് ഇല്ല എന്ന് പറയുന്നില്ല, കൈഫിയത്ത് ഉണ്ട്. എങ്ങനെ ഒരു കോലമുണ്ട്, പക്ഷെ ആ കോലം എങ്ങനെ എന്നുള്ളത് നമ്മുടെ അറിവിൽപ്പെട്ടതല്ല. കാരണം ഇറങ്ങും എന്നുള്ളത് പറഞ്ഞു തന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ ഇറങ്ങും എന്നതിനെ കുറിച്ച് പറയാത്തത് കാരണത്താൽ എങ്ങനെ എന്നുള്ളത് നമ്മൾ കോലപ്പെടുത്താൻ പാടുള്ളതല്ല. അതുകൊണ്ടാണ് മിൻ ഗൈരി തക്യീഫിൻ എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഈ വിഷയത്തിൽ ഉണർത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം, നീ നിനക്ക് അറിവില്ലാത്തതിന്റെ പിന്നാലെ പോകരുത്. എങ്ങനെ എന്നുള്ളത് സിഫാത്തുകളുടെ വിഷയത്തിൽ അറിയിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അത് ആലോചിച്ചും അതിന് ഭാവനയിൽ കൊണ്ടുവന്നും എങ്ങനെ എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കൽ ദീനിൽ പാടില്ലാത്തതാണ്. പണ്ഡിതന്മാർ പറയാറുണ്ട്, ഒരു വസ്തുവിന്റെ കൈഫിയത്ത്, ഒരു വസ്തു എങ്ങനെയെന്നുള്ളത് അറിയാൻ 3 രീതിയാണുള്ളത്. ഒന്നുകിൽ അതിനെ കാണണം, അല്ലെങ്കിൽ അതിന് സമാനമായത് കാണണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു സത്യസന്ധന്റെ വാർത്ത റിപ്പോർട്ട് വേണം. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു വാഹനം (2011) ഇറങ്ങിയ ഒരു കാറിനെ സംബന്ധിച്ചിടത്തോളം അത് ഇന്ന കോലത്തിൽ എന്നൊരാൾ കോലപ്പെടുത്തണമെങ്കിൽ ഒന്നുകിൽ അയാൾ എന്ത് ചെയ്യണം, ആ കാറ് നേരിട്ട് കാണണം, അല്ലെങ്കിൽ അതിനെ കോലപ്പെടുത്തണമെങ്കിൽ അതിന് സമാനമായ മറ്റൊരു കാറിനെ കാണണം, അല്ലെങ്കിൽ ആ കാറിനെ കണ്ട അറിഞ്ഞ ഒരാൾ അതിന്റെ വർണ്ണന പറഞ്ഞു നൽകണം. എങ്കിലാണ് അത് ഇന്ന കോലത്തിൽ എന്ന് കോലപ്പെടുത്താൻ ഒരാൾക്ക് കഴിയുള്ളൂ. ഇത് കേവലം ഭൗതികമായ വിഷയത്തിലെ ഒരു ഉദാഹരണം മാത്രമാണ്. ഇത് നമ്മൾ അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം വലില്ലാഹിൽ മസലുൽ അഅല,
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫാത്തിനെ സംബന്ധിച്ചിടത്തോളം ആ സിഫത്ത് എങ്ങനെ എന്നുള്ളതിന് മുശാഹദത്ത്, സാക്ഷികളല്ല സൃഷ്ടികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തത്തുല്യമായതൊന്നില്ല. അതിനാൽ തന്നെ അതിന് തത്തുല്യമായതിന് സാക്ഷികളായവരുമല്ല പടപ്പുകൾ. പിന്നെ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വാർത്ത ഉണ്ടായിരുന്നുവെങ്കിൽ അതിനനുസരിച്ച് കോലപ്പെടുത്താമായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള ഒരു വാർത്ത അള്ളാഹുവിന്റെ സിഫാത്തുകളുടെ വിഷയത്തിൽ വന്നില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സിഫാത്തുകൾ അള്ളാഹുവിന്റെ മഹത്വത്തിന് അനുയോജ്യമായ വിധം ഒരു കൈഫിയത്തിൽ, കോലത്തിൽ ആയിരിക്കും. പക്ഷെ നമ്മളോടത് പറയാത്തത് കാരണത്താൽ, നമുക്കത് അറിയിച്ചു തന്നിട്ടില്ലാത്തത് കാരണത്താൽ നമ്മൾ അതിനെ കോലപ്പെടുത്തുക, ഇന്ന രീതിയിൽ എന്ന് മനസ്സിൽ കോലപ്പെടുത്തുക എന്നുള്ളത് ഒരിക്കലും പാടുള്ളതല്ല. ഇതാണ് ആ വിഷയത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയും ആദർശവും. ഇമാമുൽ ഹുമാം മാലിക് ഇബ്നു അനസ് അൽ അസ്ബഹി റഹിമഹുല്ലാ ഒരിക്കൽ അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ, റഹ്മാനായ അല്ലാഹു അർശിന്മേൽ ഇസ്തിവായിലായിരിക്കുന്നു, അഥവാ അർശിന്മേൽ ആയിരിക്കുന്നു. അല വർത്തഫ, അർശിന് മുകളിലായിരിക്കുന്നു എന്ന ആയത്തിന്റെ വിഷയത്തിൽ കൈഫസ്തവ, ഒരാൾ വന്നിട്ട് ചോദിച്ചു, എങ്ങനെയാണ് ഇസ്തിവായിലായത് എന്ന് ചോദിച്ചു. ഈ സമയം ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം, ഫഅതറഖ മാലികും ബിറഅസിഹി അഹത്ത അലാഉൽ അറഖ്. ഇമാം മാലിക് റഹിമഹുള്ള തന്റെ തല തൂക്കിയിട്ടു, വിയർപ്പ് അദ്ദേഹത്തിൽ ഉണ്ടായി. സുമ്മ റഫഅ റഅസഹു, പിന്നീട് ഇമാം മാലിക് തന്റെ തല ഉയർത്തി. വഖാല, ഇമാം മാലിക് റഹിമഹുള്ള പറഞ്ഞു, അൽ ഇസ്തിവാഉ ഗൈറു മജ്ഹൂൽ വൽ കൈഫു ഗൈറു മഅഖൂൽ. എന്താ അൽ ഇസ്തിവാഉ ഗൈറു മജ്ഹൂൽ? അല്ലാഹു അർശിന്മേൽ ഇസ്തിവായിലാണെന്ന കാര്യം ഗൈറു മജ്ഹൂൽ, എന്നാ മാലൂമാണ്, അറിയപ്പെട്ട സംഗതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിലാണ് അവതീർണമായത്. ഇസ്തിവാ എന്ത് എന്നുള്ളത് അറബി ഭാഷയുടെ തേട്ടമനുസരിച്ച് അറിയുന്ന സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഇമാം മാലിക് റഹിമഹുള്ള പറഞ്ഞു, അൽ ഇസ്തിവാ മാലൂം വൽ കൈഫു ഗൈറു മഅഖൂൽ. എന്നാൽ എങ്ങനെ, വൽ കൈഫ്, എങ്ങനെയാണ് ഇസ്തിവായിലായത്, അത് ഗൈറു മഅഖൂൽ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ബുദ്ധി അതിന്റെ കൈഫ് എങ്ങനെ എന്നുള്ളത് മനുഷ്യബുദ്ധിക്ക് പ്രാപ്യമല്ല. എങ്ങനെയെന്നുള്ളത് മനുഷ്യൻ ബുദ്ധി അറിയുന്ന സംഗതിയല്ല. കാരണം എന്താ? അള്ളാഹു എങ്ങനെയെന്നുള്ളത് വിശദീകരിച്ചിട്ടില്ല വിശുദ്ധ ഖുർആനിൽ, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയെന്നുള്ളത് പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വൽ കൈഫ്, എങ്ങനെയാണ് ഇസ്തിവായിലായത്, അത് ഗൈറു മഅഖൂൽ, ബുദ്ധിക്ക് പ്രാപ്യമായ കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കി, ശറഈ ആയിട്ടുള്ള പ്രമാണം കിതാബിലും സുന്നത്തിലും വന്നിട്ടില്ല എങ്ങനെയാണ് എന്നുള്ളത് ഈ സിഫത്തിന്റെ വിഷയത്തിൽ. ബുദ്ധിപരമായിട്ട് എന്നാൽ കോലപ്പെടുത്താൻ പറ്റൂല എന്നുള്ളത് നമ്മളൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി. എങ്കിൽ പിന്നെ എന്താ കരണീയമായിട്ടുള്ളത്? അത് ഇമാം മാലിക് റഹിമഹുള്ള പറഞ്ഞു, വൽ ഈമാനു ബിഹി വാജിബ് വസ്സുആലു അൻഹു ബിദ്അത്തുൻ. ഈ ചോദിച്ച വ്യക്തിയോട് എങ്ങനെയാണ് അല്ലാഹു ഇസ്തിവായിലായത് എന്ന് ചോദിച്ച വ്യക്തിയോട് പറഞ്ഞു, വൽ ഈമാനു ബിഹി വാജിബ്, അല്ലാഹു അർശിന്മേൽ ഇസ്തിവായിലാണ്, അർശിന്മേലാണ് എന്നത് വിശ്വസിക്കൽ വാജിബാണ്, നിർബന്ധമാണ്. കാരണം എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ കുറിച്ച് പറഞ്ഞു അല്ലാഹു അർശിന്മേലാണ് എന്ന്. അതുകൊണ്ട് വിശ്വസിക്കൽ നിർബന്ധമാണ്. വസ്സുആലു അൻഹു ബിദ്അത്തുൻ, അല്ലാഹു ഇസ്തിവാഇന്മേലാണ് എന്നതിനെ കുറിച്ച് ചോദിക്കൽ കൈഫ്, അതെങ്ങനെ എന്നുള്ള ചോദിക്കൽ ബിദ്അത്തുൻ, അത് ബിദ്അത്താണ്, ദീനിൽ
പുതിയ പരിപാടിയാണ്. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ എന്ന് തന്നെ കുറിച്ച് പറഞ്ഞപ്പോൾ, അതേപോലെ മറ്റു വചനങ്ങളിൽ അള്ളാഹു അർശിന്മേലാണെന്നുള്ള ആ വചനങ്ങളെ അള്ളാഹു അവതരിപ്പിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ ഇസ്തിവായിലായി എന്ന് ചോദിച്ചിട്ടില്ല. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഈ വഹി കൊണ്ടുവന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഓതി കൊടുത്തപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിയോട് ചോദിച്ചിട്ടില്ല. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ അഖീദ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്റെ അർശിന്മേൽ അള്ളാഹുവിന്റെ മഹത്വത്തിന് അനുയോജ്യമായ വിധമാണ് എന്നുള്ളത് പഠിപ്പിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികൾ ആരും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൈഫ ഇസ്തവ, എങ്ങനെയാണ് റഹ്മാനായ അള്ളാഹു ഇസ്തിവായിലായത് എന്ന് ചോദിച്ചിട്ടില്ല. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചിട്ടില്ല, സഹാബികളും ചോദിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു ചോദ്യം അവരുടെ കാലശേഷം ഒരാൾ ചോദിക്കുക എന്ന് പറഞ്ഞാൽ അത് ദീനിൽ പുതുതായി ഉണ്ടാകുന്ന ഒരു വിഷയം തന്നെ. അതുകൊണ്ടാണ് ഇമാം മാലിക് റഹിമഹുള്ള വൽ ഈമാനു ബിഹി വാജിബ് വസ്സുആലു അൻഹു ബിദ്അത്തുൻ എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? ഇമാം മാലിക് റഹിമഹുള്ള ഈ ചോദ്യകർത്താവിനോട് പിന്നീട് പറഞ്ഞത് മാ അറാക ഇല്ലാ മുബ്തദിയാൻ, നീ ഒരു ബിദ്അത്തിന്റെ ആളായിട്ട് മാത്രമാണ് ഞാൻ നിന്നെ കാണുന്നത് എന്ന് പറഞ്ഞു. കാരണം എന്തുകൊണ്ട്? കാരണം വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ജനവിഭാഗം അവർ അത്യുത്തമരായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതീർണമായി, അവിടുത്തെ അനുചരന്മാർ ആ അവതീർണതക്ക് സാക്ഷികളുമായി. അറബി ഭാഷയിൽ അവതീർണമായി വിശുദ്ധ ഖുർആന്റെ വചനങ്ങളെ അവർ മനസ്സിലാക്കി ചോദ്യം ചെയ്യാതെയാണ് ഈ വിഷയങ്ങളെ അവർ സ്വീകരിക്കുകയുണ്ടായത്. പിൽക്കാലത്ത് മുളപൊട്ടുന്നവർ അതിനെ മുൻ മാതൃകയില്ലാതെ ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥ വരിക എന്ന് പറഞ്ഞാൽ അത് വിദ്യത്തിന്റെ ആളുകളുടെ പരിപാടിയാണ്, ഫിത്നയാണ് അവരതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് മാ അറാക്കയില്ല മുബ്തദിയാൻ, നിന്നെ ഒരു വിദേഹത്തിന്റെ ആളായിട്ടാണ് ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞ് ഈ ചോദ്യകർത്താവിന്റെ വിഷയത്തിൽ ആരും വഞ്ചിതരാകാതിരിക്കാൻ വേണ്ടി ഇമാം മാലിക് ആ സദസ്യരെ അദ്ദേഹത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തി. പിന്നീട് അയാളെ ഇമാം മാലിക്കിന്റെ സദസ്സിൽ നിന്ന് പുറത്താക്കുവാൻ കൽപ്പിക്കുകയും പുറത്താക്കപ്പെടുകയുമാണ് ഉണ്ടായത് എന്നുള്ളത് റിപ്പോർട്ടുകളിൽ കാണുവാൻ സാധിക്കും. അപ്പോൾ അള്ളാഹുവിന്റെ സിഫാത്തുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം ഇമാം മാലിക്കിന്റെ ഈ പ്രസ്താവന അടിസ്ഥാനമാണ്. അള്ളാഹുവിന്റെ സിഫാത്തുകൾ അത് അള്ളാഹുവിന്റെ ദാത്തിയായ സിഫാത്തുകളാകട്ടെ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മശീഅത്തുമായി ബന്ധപ്പെട്ടുള്ള അള്ളാഹുവിന്റെ അഫ്ആലിയായ സിഫാത്തുകളാകട്ടെ, ഇറങ്ങുക, അർശിന്മേൽ ഇസ്തിവായിലാകുക തുടങ്ങിയതായ സിഫാത്തുകൾ, ഇതിലൊക്കെ അടിസ്ഥാനം എന്താ? അടിസ്ഥാനം ഈ ഒരു ഖായിദയാണ്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞ അൽ ഇസ്തിവാഉ മഅലൂം. അപ്പൊ നുസൂലിന്റെ വിഷയത്തിൽ അള്ളാഹു സമാഉ ദുനിയയിലേക്ക് ഇറങ്ങുമെന്ന വിഷയത്തിൽ അൻ നുസൂലു മഅലൂം, അല്ലെങ്കിൽ അൻ നുസൂലു ഗൈർ മജ്ഹൂൽ വൽ കൈഫു ഗൈർ മഅഖൂൽ. നുസൂൽ എന്നുള്ളത് ഗൈർ മജ്ഹൂലാണ്, അറിയാത്ത സംഗതിയല്ല, അറിയിക്കപ്പെട്ട സംഗതിയാണ്. വൻ നുസൂൽ ഗൈർ മഅഖൂൽ വൽ കൈഫ് ഗൈർ മഅഖൂൽ. എങ്ങനെയാണ് നുസൂൽ? അത് ഗൈർ മഅഖൂൽ, ബുദ്ധിക്ക് പ്രാപ്യമായതല്ല. കാരണം അതിനെക്കുറിച്ച് വിവരം നൽകപ്പെട്ടില്ല, എങ്ങനെയെന്നുള്ള വിവരം നൽകിയിട്ടില്ല. അൽ ഈമാനു ബിഹി വാജിബ്, എന്നാൽ നുസൂലിൽ വിശ്വസിക്കൽ നിർബന്ധമാണ്. കാരണം അള്ളാഹു എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു. വസ്സുആലു അൻഹു ബിദ്അത്തുൻ, എങ്ങനെയെന്ന് ചോദ്യം ചെയ്യൽ അത് ബിദ്അത്താണ്. ഈ ഒരു ഖായിദ ഇമാം മാലിക് റഹിമഹുള്ളാഹിന്റെ ഖായിദ ഈ വിഷയത്തിൽ അടിസ്ഥാനമായിട്ട് ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് സച്ചരിതരായ മുൻഗാമികൾ, നമ്മുടെ സലഫുകൾ, അവരുടെ നെഹ്ജും മാതൃകയും എന്ന് നമ്മൾ മനസ്സിലാക്കുക. പൂർവികർ പറഞ്ഞു അമിറൂഹ കമാ ജാഅത് ബിലാ കൈഫ്, അമിറൂഹ കമാ ജാഅത്, അല്ലാഹുവിന്റെ സിഫാത്തുകൾ അവയെ എങ്ങനെ വന്നു അതേപോലെ നിങ്ങൾ നടപ്പിലാക്കുക. ബിലാ കൈഫ്, എങ്ങനെയെന്ന് നിങ്ങൾ കോലപ്പെടുത്തണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള സിഫത്തിനൊരു കൈഫിയത്ത് ഉണ്ട് എന്നുള്ളത് ശരിയാണ്, അതാരും നിരാകരിക്കണം. അള്ളാഹുവിന്റെ മഹത്വത്തിന് അനുയോജ്യമായ വിധം ഒരു സിഫത്തിന്, അള്ളാഹിന്റെ വിശേഷണത്തിന് ഒരു കൈഫിയത്തുണ്ട്. പക്ഷെ ആ കൈഫിയത്ത് എങ്ങനെ എന്നുള്ള ഇൽമ് നമുക്കില്ല.
അതുകൊണ്ട് തന്നെ എങ്ങനെയെന്നുള്ളത് നമ്മൾ കോലപ്പെടുത്തേണ്ടതില്ല. നമ്മുടെ മനസ്സിൽ ഇങ്ങനെയായിരിക്കും എന്നുള്ളത് കോലപ്പെടുത്താൻ പാടുള്ളതല്ല. ഇതാണ് പൂർവികരായിട്ടുള്ള പണ്ഡിതന്മാർ നമ്മളെ ഉണർത്തി പഠിപ്പിച്ചിട്ടുള്ളതായ വിഷയം. അതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള പറഞ്ഞത് വമിൻ ഗൈരി തകീഫിൻ. പിന്നെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള പറഞ്ഞു വലാ തംസീൽ, തംസീലും കൂടാതെ. എന്താ തംസീലും കൂടാതെ? അള്ളാഹു തന്നെ വിശേഷിപ്പിച്ചത് വിശ്വസിക്കുക, അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിനെ വിശേഷിപ്പിച്ചതിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ, തംസീൽ എന്ന് പറഞ്ഞാൽ ഏകദേശം തകീഫിന്റെ ആശയത്തോട് അടുത്ത ആശയമാണ് അതിനുള്ളത്. പക്ഷേ തംസീൽ എന്നുള്ളത് തകീഫിനോട് അനുബന്ധമായി പറഞ്ഞപ്പോൾ തകീഫിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ആശയം തംസീൽ വഹിക്കുന്നു എന്നുള്ളതാണ്. തംസീൽ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന് തുല്യനെ അവതരിപ്പിക്കുക, തുല്യനെ പറയുക എന്നുള്ളതാണ്. തുല്യമായത് പറയുക. തകീഫിൽ തുല്യത കോലപ്പെടുത്തലും ഭാവനയിൽ കൊണ്ടുവരികയാണ്. തംസീലിൽ ഒരു തുല്യനെ കണ്ട് അതിനോട് തുല്യപ്പെടുത്തുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ സിഫാത്തുകളെ സംബന്ധിച്ചിടത്തോളം, അതേപോലെ അള്ളാഹുവിന്റെ ദാത്തിനെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടികളിൽ അള്ളാഹുവിന് തുല്യമായതൊന്നില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ദാത്തിനെയോ അള്ളാഹുവിന്റെ സിഫാത്തിനെയോ ഒരിക്കലും സൃഷ്ടികളിൽ ഒന്നിനോട് തുല്യപ്പെടുത്തുക എന്നുള്ളത് പാടുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു ലൈസ കമിസ്ലിഹി ഷൈഉൻ. എന്താ ലൈസ കമിസ്ലിഹി ഷൈഉൻ എന്ന് പറഞ്ഞാൽ? ലൈസ ഷൈഉൻ മിസ്ലഹു എന്നാണ്. ലൈസ ക എന്നുള്ളത് സായിദത്തിന്റെ കായാണ്. ആശയത്തെ ശക്തിപ്പെടുത്താനാണ് അത് കൊണ്ടുവന്നത്. അള്ളാഹുവിന് തുല്യമായി യാതൊന്നുമില്ല എന്നാണ്. ലൈസ കമിസ്ലിഹി, അവന് തുല്യമായി ഇല്ല. ഷൈഉൻ, യാതൊന്നും. ഷൈഉൻ എന്നുള്ള ലൈസന്റെ ഇസ്മിനെ പിന്തിപ്പിക്കുകയും മിസ്ലഹു എന്നുള്ള ലൈസന്റെ ഖബറിനെ മുന്തിപ്പിക്കുകയും ചെയ്തു. എന്തിനാ? തഖ്ദീമു മാ യസ്തഹിഖു തഅഖീർ, മുന്തിപ്പിക്കേണ്ടതിനെ പിന്തിപ്പിക്കുകയും പിന്തിപ്പിക്കേണ്ടതിനെ മുന്തിപ്പിക്കുകയും ചെയ്യുന്നത് അതിൽ പറഞ്ഞ ആശയത്തെ ശക്തിപ്പെടുത്താനാണ്. പിന്നെ ക എന്നുള്ള ജാറത്തിനെ അവിടെ കൊണ്ടുവന്നു. കെമിസ്ലിഹി, എന്തിന്? ക വന്നിട്ടില്ലെങ്കിലും ആശയമുണ്ട്. പക്ഷെ ക സായിദത്തായി വന്നത് ആശയം ഒന്നുകൂടി ശക്തിപ്പെടുത്താനാണ്. അപ്പോ ലൈസ കമിസ്ലിഹി ഷൈഉൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ തുല്യമായി, അള്ളാഹുവെ പോലെ യാതൊന്നുമില്ല എന്ന് അവിടെ ശക്തമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. ഈ ആയത്ത് തംസീലിനെ നിരാകരിക്കുന്ന വ്യക്തമായിട്ടുള്ള വചനാണ്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഹൽ തഅലമു ലഹു സമീയ, അള്ളാഹുവിന് തുല്യമായത്, പേരൊത്തത് നിനക്കറിയുമോ എന്നാണ്. അവിടെ ചോദ്യം ഇസ്തിഫാം ഇൻകാരിയാണ്, ഇഖ്റാറിയല്ല. എന്ന് പറഞ്ഞാൽ നിരാകരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ചോദ്യം. ഇല്ല എന്നുള്ളത് തീർപ്പാക്കാൻ വേണ്ടിയാണ് ചോദ്യത്തിന്റെ ശൈലിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അള്ളാഹുവിന് പേരൊത്തത്, തുല്യമായത് നിനക്കറിയുമോ? വലം യകുൽ ലഹു കുഫുവൻ അഹദ്, വലം യകുൽ ലഹു, അള്ളാഹുവിനില്ല കുഫുവൻ അഹദ്, തുല്യമായിട്ട് യാതൊന്നുമില്ല. ഈ വചനങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള പ്രസ്താവനകളാണ്. എന്തിന്? അള്ളാഹുവിന് തുല്യമായതൊന്നില്ല എന്നുള്ളത് അറിയിക്കുവാൻ. എങ്കിൽ
പിന്നെ എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദാത്തിനെയും അള്ളാഹുവിൻ്റെ സിഫാത്തിനെയും മനുഷ്യന്മാർ സൃഷ്ടികളോട് മുഖാരണ ചെയ്യുക, താരതമ്യപ്പെടുത്തുക? സൃഷ്ടികളിൽ ഒന്നുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ട് വിശദീകരിക്കുക, അത് തീർത്തും പാടില്ലാത്ത സംഗതിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം പ്രസ്താവനകളിലൂടെ ഈ വിഷയം ഉണർത്തിയതുപോലെ തന്നെ അള്ളാഹു കൽപ്പനകൾ കൊണ്ടും അള്ളാഹു ഈ വിഷയം ഉണർത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, ഫലാ തജ്അലു ലില്ലാഹി അൻദാദ, നിങ്ങൾ അള്ളാഹുവിന് അന്താദുകളെ നിശ്ചയിക്കരുത്. അന്താദ് എന്ന് പറഞ്ഞാൽ തുല്യന്മാർ എന്നർത്ഥം. അള്ളാഹുവിന് തുല്യന്മാരെ നിങ്ങൾ നിശ്ചയിക്കാൻ പാടുള്ളതല്ല. ഏത് വിഷയത്തിൽ? അത് അള്ളാഹുവിൻ്റെ അസ്മാഉ സിഫാത്തുകളുടെ വിഷയത്തിലും അതേപോലെ തന്നെ അള്ളാഹുവിനോട് ഹക്കായ വിഷയത്തിലും അള്ളാഹുവിൻ്റെ അഫ്ആലുകളുടെ വിഷയത്തിലും തൗഹീദുൽ റുബൂബിയ്യയുടെയും തൗഹീദുൽ ഉലൂഹിയ്യയുടെയും തൗഹീദുൽ അസ്മാഉ വസിഫാത്തിൻ്റെയും വിഷയത്തിൽ ഫലാ തദ്രിബു ലില്ലാഹി ഫലാ തജ്അലു ലില്ലാഹി അൻദാദ, നിങ്ങൾ അള്ളാഹുവിന് അൻദാദുകൾ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പോലെ തന്നെ ഒരു ഖാലിഖ് ഉണ്ട്, അള്ളാഹുവിനെ പോലെ തന്നെ റാസിഖ് ഉണ്ട് എന്ന് പറഞ്ഞാൽ തൗഹീദുൽ റുബൂബിയ്യത്തിന്റെ വിഷയത്തിൽ അള്ളാഹുവിന് ഒരു നിദ്ദിനെ സമനായിട്ടുള്ള ഒരാളെ ഉണ്ടാക്കലാണ്. അത് പാടില്ല. അതേപോലെ തന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്യാം, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന ആളോട് ഇസ്തിഗാസ നടത്താം, ഇന്ന ആരിൽ നിന്ന് ഇസ്തിആദത്ത് നടത്താം എന്നൊക്കെ പറഞ്ഞാൽ അത് തൗഹീദുൽ ഉലൂഹിയത്തിൽ ആരാധ്യതയിലുള്ള അള്ളാഹുവിന്റെ ഏകത്വത്തിൽ അള്ളാഹുവിന് സമനെ നിശ്ചയിക്കലാണ്. അള്ളാഹു പറഞ്ഞു ഫലാ തജ്അലു ലില്ലാഹി അൻദാദ. അതേപോലെ അസ്മാഉ വസിഫാത്തിന്റെ വിഷയത്തിൽ അള്ളാഹുവിന്റെ സിഫത്ത് പറഞ്ഞതിന് ശേഷം ആ സിഫത്തിന് തത്തുല്യമായത് സൃഷ്ടികളിൽ നിന്ന് എടുത്തിട്ട് സൃഷ്ടികളെ അള്ളാഹുവിനോട് മുഖാരണ നടത്തുമ്പോൾ അത് അള്ളാഹുവിന് സമനെ നിശ്ചയിക്കലാണ്. ഫലാ തജ്അലു ലില്ലാഹി അൻദാദ. അപ്പൊ അസ്മാഉ വസിഫാത്തിന്റെ വിഷയത്തിലും ഈ നിദ്ദിനെ സ്ഥാപിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ചിരിക്കുന്നു. ഫലാ തദ്രിബു ലില്ലാഹിൽ അംസാൽ, നിങ്ങൾ അള്ളാഹുവിന് ഉപമകൾ തുല്യന്മാരെ നിശ്ചയിക്കരുത്, ഉണ്ടാക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. അപ്പോൾ വല്ലവനും അള്ളാഹുവിനെ സൃഷ്ടികളോട് താരതമ്യപ്പെടുത്തുകയായാൽ, സൃഷ്ടികളോട് തുല്യപ്പെടുത്തുകയായിട്ടുണ്ട് എങ്കിൽ അത് അള്ളാഹു പ്രസ്താവന നടത്തിയതിനെതിരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ചത് ആളുകൾ പ്രാവർത്തികമാക്കുകയും ചെയ്യണം. അഥവാ ഖബറായും ഇൻഷാ ആയും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായ കാര്യങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കലാണ്. അതുകൊണ്ട് മനുഷ്യന്മാർ ഒരിക്കലും അള്ളാഹുവിനെ ഇന്നതുപോലെ എന്ന് സൃഷ്ടികളോട്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സിഫാത്തുകൾ ഇന്ന ആളുടെ സിഫാത്ത് പോലെ ഇന്ന രൂപത്തിലുള്ളത് പോലെ എന്ന് പറഞ്ഞ് ആളുകൾ അള്ളാഹുവിനെ തംസീൽ, സൃഷ്ടികളിൽ നിന്ന് തുല്യനെ കണ്ട് അതിനോട് മുഖാരണ നടത്തുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടുള്ളതല്ല. നഈം ഇബ്നു ഹമ്മാദ് അൽ ഖുസാഇ എന്ന് പറയുന്ന ഇമാം ബുഖാരിയുടെ ഷെയ്ഖ് ഉസ്താദ് പറഞ്ഞതായി ഇമാം ലാലിക്കായി ശറഹ് സുന്നയിൽ, അതേപോലെ ഇമാം ദഹബി അദ്ദേഹത്തിന്റെ അൽ ഉലൂമിൽ ഇപ്രകാരം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താ നഈം ഇബ്നു ഹമ്മാദ് അൽ ഖുസാഇ റഹിമഹുല്ലാഹ് പറഞ്ഞത്? മൻ ശബ്ബഹ അല്ലാഹ ബിഖൽഖിഹി ഫഖദ് കഫർ, വല്ലവനും അല്ലാഹുവെ തന്റെ സൃഷ്ടികളോട് തശ്ബീഹ് നടത്തിയാൽ, ഉപമിച്ചാൽ, ഫഖദ് കഫർ, അവൻ കാഫിറായി എന്നുള്ളതാണ്. അത്രമാത്രം ഗൗരവത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫത്തിന്റെ വിഷയത്തിലാകട്ടെ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അസ്മാന്റെ വിഷയത്തിലാകട്ടെ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഉലൂഹിയത്തുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ റുബൂബിയത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ ഖൽഖിനോട് തംസീൽ നടത്തുന്നതിനെ പണ്ഡിതന്മാർ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അള്ളാഹുവിന്റെ സിഫാത്തുകളുമായിട്ടുള്ള വിഷയത്തിൽ അള്ളാഹുവിന് ഒരു തുല്യനെ പറഞ്ഞുകൊണ്ട് അതിനോട് താരതമ്യപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടുള്ളതല്ല. അതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞത് വലാ തംസീൽ. സൃഷ്ടികളിൽ അള്ളാഹുവിന് തുല്യനെ കാണുക എന്ന് പറഞ്ഞാൽ വിശിഷ്യ
അസ്മാ സിഫാത്തിന്റെ ബാബിൽ അധ്യായത്തിൽ ഒരിക്കലും അത് സാധ്യമായൊരു സംഗതിയല്ല. ബുദ്ധിപരമായിട്ട് തന്നെ നമ്മൾ ആലോചിക്കുകയാണ് എങ്കിൽ അതൊരിക്കലും ശരിയാവുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അസ്മാകളിലും അവന്റെ സിഫാത്തുകളിലും അള്ളാഹു അത്യുന്നതനാണ്. അള്ളാഹുവിന് തുല്യമായിട്ടൊന്നുമില്ല. അള്ളാഹുവിന് ഏതൊരു സിഫത്തുണ്ടോ ആ സിഫത്തിലെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അത്യുന്നതനാണ്. ഇപ്പൊ സമഅ എന്ന അള്ളാഹുവിന്റെ സിഫത്ത് നമ്മൾ എടുക്കാം. അള്ളാഹുവിന്റെ കേൾവി എന്ന് പറയുന്ന സിഫത്ത്, അള്ളാഹുവിന്റെ കേൾവിയും പടപ്പുകളുടെ കേൾവിയും ഒരുപോലെ. അള്ളാഹുവിന്റെ കേൾവി അവന്റെ മഹത്വത്തിന് അനുയോജ്യമായ വിധം അത്യുന്നതമായ കേൾവിയാണ്. ആ കേൾവിക്ക് അടുത്തത് ആകുന്നത് വ്യത്യാസമല്ല, ചെറുത് വലുത് വ്യത്യാസമില്ല, ഉറക്കെ പതുക്കെ വ്യത്യാസമല്ല. ആ വിധം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കേൾവി അതിമഹനീയമാണ്, അത്യുത്തമമാണ്. ഈ രീതിയിൽ സമഅ എന്നുള്ള വിശേഷണം ഏതൊരു മഖ്ലൂക്കിനുണ്ട്? ഒരു മഖ്ലൂക്കിനുമില്ല, ഒരു പടപ്പിനുമില്ല. പിന്നെ എങ്ങനെയാണ് അങ്ങ് എല്ലാവിധ കുറവുകളുള്ള പടപ്പുകളുടെ സൃഷ്ടികളുടെ കേൾവിയെ അള്ളാഹുവിന്റെ കേൾവിയുമായിട്ട് മുഖാരണം നടത്തി താരതമ്യം നടത്തുക, അല്ലെങ്കിൽ അതിനനുസരിച്ച് കോലപ്പെടുത്തുക, രൂപപ്പെടുത്തുക? ബുദ്ധിപരമായിട്ട് നോക്കിയാൽ തന്നെ നമുക്കതിന്റെ അപകടം മനസ്സിലാക്കുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതഷ്തകി ഇലല്ലാഹ് വല്ലാഹു യസ്മഉ തഹാവുറകുമാ ഇന്നല്ലാഹ സമീഉൻ ബസീർ എന്ന ആയത്ത് അവതരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല പറയുന്നത് നമുക്കറിയാം. ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ എന്ന് പറയുന്ന ആയത്ത് ഇറങ്ങിയത്, സൂറത്തുൽ മുജാദില ഇറങ്ങിയത് ഖൗല ബിൻത് സാലബയുടെയും ഔസ് ബിൻ സാമിത്തിന്റെയും റളിയല്ലാഹു അൻഹു അവരുടെ വിഷയത്തിലാണ്. ഔസ് ബിൻ സാമിത്ത് ഖൗല റളിയല്ലാഹു അൻഹയെ ബിഹാർ നടത്തി. ബിഹാർ എന്ന് പറഞ്ഞാൽ ഒരു ആള് ഭാര്യയോട് എന്റെ ഉമ്മ എത്രമാത്രം എനിക്ക് നിഷിദ്ധമാണ് അതുപോലെ നീ എനിക്ക് നിഷിദ്ധമാണ് എന്ന് പറയലാണ്. അൻതി കബഹരി ഉമ്മി എന്ന് ഭാര്യയോട് പറയലാണ് ബിഹാർ. അങ്ങനെ പറയാൻ പാടില്ല. തലാഖായിട്ടാണ് അത് ആദ്യകാലത്ത് പരിഗണിക്കപ്പെട്ടിരുന്നത്. ഇവർക്കാകട്ടെ കുറെ കുട്ടികളുണ്ട്. അപ്പൊ ഈ സ്ത്രീ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് ആ വിഷയത്തിൽ സങ്കടപ്പെടുകയാണ്. ഔസ് എന്ന ബിഹാർ നടത്തി, ഞങ്ങളുടെ അവസ്ഥ എന്നതാണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയുന്നത്, നിങ്ങൾ പോവുക, നിങ്ങൾ ഔസിൽ നിന്ന് വിവാഹമോചിതയായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ അറിയുന്നത്, പോകാൻ പറയണം. വീണ്ടും പറയണം. മനസ്സിലായില്ലേ? ഇവർ തമ്മിലുള്ള ആ സംസാരം ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ ഹുജറയിൽ വെച്ച് നടക്കുകയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ എന്താ പറയുന്നത്? ഖൗല ബിൻത് സഅലബ റസൂലുള്ളാഹിനോട് നടത്തുന്ന ഈ സംസാരത്തിന്റെ പല ഭാഗങ്ങളും കേൾക്കാൻ എനിക്ക് സാധിച്ചില്ല. പറയുമ്പോൾ ഞാൻ അറിയില്ലുണ്ട്, പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അവരുടെ സംസാരം മുഴുവൻ എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സംസാരം അള്ളാഹുവിന്റെ മൈദ സിംഹാസനത്തിന് മുകളിൽ നിന്ന് കേട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വിഷയത്തിൽ ആയത്തിറക്കി. ബിഹാറിന് തലാഖിന്റെ ഹുക്മല്ല, ബിഹാറുമായി ബന്ധപ്പെട്ടുള്ള ഹക്കാമുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുജാദിലയുടെ തുടക്കത്തിലാക്കി. അതാണ് ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതഷ്തകി ഇലല്ലാഹ് വല്ലാഹു യസ്മഉ തഹാവുറകുമാ ഇന്നല്ലാഹ സമീഉൻ ബസീർ. നിശ്ചയം അള്ളാഹു നിങ്ങളോട് തന്റെ ഭർത്താവിന്റെ വിഷയത്തിൽ തർക്കിക്കുന്ന മഹദിയുടെ സംസാരം കേട്ടിരിക്കുന്നു. അവർ അള്ളാഹുവോട് ആവലാതിപ്പെടുന്നതും അള്ളാഹു കേട്ടിരിക്കുന്നു. വല്ലാഹു യസ്മഉ തഹാവുറകുമാ, നിങ്ങൾ രണ്ടുപേരുടെയും തഹാവുർ സംഭാഷണം അത് അള്ളാഹു കേൾക്കുന്നു. ഇന്നല്ലാഹ സമീഉൻ ബസീർ, അള്ളാഹു സമീആണ്, സസൂക്ഷ്മം കേൾക്കുന്നവനാണ്, ബസീർ സസൂക്ഷ്മം കാണുന്നവനുമാകുന്നു. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ പറയുകയാണ്, അൽഹംദുലില്ലാഹില്ലദീ വസിഅ സമഅഹു അൽ അസ്വാത്, എല്ലാ ശബ്ദങ്ങളെയും ആരുടെ കേൾവിയാണ് വിശാലമായിരിക്കുന്നത് അങ്ങനെയുള്ള അള്ളാഹു, അവന് മാത്രമാകുന്നു സ്തുതികൾ മുഴുവനും. അൽഹംദുലില്ലാ എന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ ഇതിൽ പിന്നെ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞതാണ്. ഇവിടെ നോക്കി, നിങ്ങൾ പതിഞ്ഞ സംസാരമാണ്.
ഖൗലയുടെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെയും നടക്കുന്നത്. അത് മുഴുവൻ അറയിലുള്ള അല്ലെങ്കിൽ അറയുടെ ഓരത്തുള്ള ആയിഷ റളിയല്ലാഹു അൻഹ വരെ കേൾക്കണ്ടായില്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അർശിന് മുകളിൽ ആ സംഭാഷണം കേട്ട് ആ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിഹാറിന്റെ ആയാത്തുകളെ അവതരിപ്പിക്കുകയുണ്ട്. അപ്പൊ നോക്കൂ, നിങ്ങളിതൊരു ഉദാഹരണം മാത്രം. അള്ളാഹുവിന്റെ സമഇന്റെ കേൾവിയുടെ വിഷയത്തിൽ ഇങ്ങനെയാണ് എങ്കിൽ ഇത്ര സമ്പൂർണമായ അത്യുന്നതമായ വിശേഷണങ്ങളുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശേഷണങ്ങളെയും അവന്റെ ദാത്തിനെയും എങ്ങനെ സൃഷ്ടികളിൽ ഒരാളെ കണ്ടിട്ട് അതിനോട് തുല്യപ്പെടുത്തും? ഒരു മസീലിനെ, തുല്യനെ അള്ളാഹുവിനെ എങ്ങനെ പറയും? അള്ളാഹു ഒഴിച്ചുള്ളതെല്ലാം അള്ളാഹിന്റെ ഖൽഖാണ്. അള്ളാഹുവിന്റെ ഖൽഖിൽ നിന്ന് അള്ളാഹുവിനൊരു മസീലിനെ, അള്ളാഹുവിനൊരു നിദ്ദിനെ, സമമായിട്ടുള്ളതിനെ, അള്ളാഹുവിനൊരു കുഫുവിനെ എങ്ങനെ സ്ഥാപിക്കാൻ മനുഷ്യന്മാർക്ക് കഴിയും? അതുകൊണ്ട് തന്നെ അള്ളാഹുവിലുള്ള വിശ്വാസം അതൊരിക്കലും തംസീലില്ലാതെയായിരിക്കണം. വിശേഷ്യ അള്ളാഹുവിന്റെ സിഫാത്തുകളിലുള്ള വിശ്വാസം അത് തംസീലില്ലാതെ ആയിരിക്കണം. ഇതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള ആ വിഷയത്തിൽ ഉണർത്തിയത്. അൽ ഈമാനു ബിമാ വസഫ ബിഹി നഫ്സുഹു ഫീ കിതാബിഹി. അള്ളാഹുവിന്റെ കിതാബിൽ അള്ളാഹു സ്വന്തത്തെ വസ്ഫ് ചെയ്തതിൽ വിശേഷിപ്പിച്ചതിൽ വിശ്വസിക്കണം. വബിമാ വസഫഹു ബിഹി റസൂലുഹു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ വിശേഷിപ്പിച്ചതിൽ വിശ്വസിക്കണം. മിൻ ഗൈരി തഹരീഫിൻ വലാ തഅഖീലിൻ വമിൻ ഗൈരി തക്യീഫിൻ വലാ തംസീൽ. ബൽ യുഅ്മിനൂന ബിൽ അന്ന അല്ലാഹ ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ. ബൽ പ്രത്യുത യുഅ്മിനൂൻ അവർ വിശ്വസിക്കുന്നു. ആര് വിശ്വസിക്കുന്നു? അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് വിശ്വസിക്കുന്നു. അൽ ഫിർഖത്തുൻ നാജിയ അല്ലെങ്കിൽ ത്വായിഫത്തുൽ മൻസൂറ വിശ്വസിക്കുന്നു. ബി അന്ന അല്ലാഹ്, നിശ്ചയം അല്ലാഹു ലൈസ കമിസ്ലിഹി ശൈഉൻ, അല്ലാഹുവിന് മിസ്ലായി യാതൊന്നുമില്ല. ലൈസ മിസ്ലുൻ ഷൈഉൻ മിസ്ലഹു, ലൈസ ഷൈഉൻ ഒന്നുമില്ല, മിസ്ലഹു അല്ലാഹുവെ പോലെ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആശയത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ലൈസ കമിസ്ലിഹി ഷൈഉൻ എന്ന് പറഞ്ഞു. അല്ലാഹുവിന് തുല്യമായി യാതൊന്നുമേ ഇല്ല. വഹുവ സമീഉൽ ബസീർ, അള്ളാഹു സമീഉമാണ്, അള്ളാഹു ബസീറുമാണ്. സമീഉ എന്ന് പറഞ്ഞാൽ സസൂക്ഷ്മം കേൾക്കുന്നവൻ, ബസീർ എന്ന് പറഞ്ഞാൽ സസൂക്ഷ്മം കാണുന്നവൻ. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ലൈസ കമിസ്ലിഹി ഷൈഉൻ എന്നുള്ളതിൽ നഫിയാണ്. നഫി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് തുല്യമായിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ തംസീൽ ചെയ്യാനും അള്ളാഹുവിനെ തക്കീഫ് കോലപ്പെടുത്താനും പാടുള്ളതല്ല. വഹുവ സമീഉൽ ബസീർ, എന്നാൽ അള്ളാഹുവിന് അസ്സമീഉ അൽ ബസീർ ഇതുപോലുള്ള സിഫാത്തുകളുണ്ട്. അത് ഇസ്ബാത്താണ്, അള്ളാഹുവിന് സിഫത്തുകളെ സ്ഥാപിക്കലാണ്. അള്ളാഹു സമീആണെന്ന് പറയാൻ എന്താ? നമ്മൾ പറഞ്ഞില്ലേ, അള്ളാഹു സമീആണെന്ന് പറഞ്ഞാൽ ഫലികുല്ലി സൗത്തിൻ മിൻഹു സമഉൻ ഹാദിറു ഫസ്സിറു വൽ ഇഅ്ലാനു മുസ്തവയാനി. അതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം നൂനിയയിൽ പറഞ്ഞത്. ഫലികുല്ലി സൗത്തിൻ മിൻഹു സമഉൻ ഹാദിറു, ശബ്ദം ഏതാകട്ടെ, ചെറുതാകട്ടെ വലുതാകട്ടെ, അടുത്തതാകട്ടെ അകന്നതാകട്ടെ, പതിഞ്ഞതാകട്ടെ ഉറക്കെയാകട്ടെ, ഫലികുല്ലി സൗത്തിൻ മിൻഹു സമഉൻ ഹാദിറു, അള്ളാഹിന്റെ കേൾവിണ്ട്, അള്ളാഹു അത് കേൾക്കും. ഫസ്സിറു വൽ ഇഅ്ലാനു മുസ്തവയാനി, അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം സിറും ഇഅ്ലാനും പരസ്യവും രഹസ്യവും തുല്യമാണ് കേൾവിയുടെ വിഷയത്തിൽ. അതേപോലെ തന്നെയാണ് അൽ ബസീർ, അള്ളാഹു കാണും എന്നുള്ളത്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം സൂക്ഷ്മമായിട്ട് കാണും. ചെറുത് വലുത് വ്യത്യാസമല്ല, അടുത്തത് അകന്നത് വ്യത്യാസമല്ല, ഒളിഞ്ഞത് തെളിഞ്ഞത് വ്യത്യാസമല്ല. മനസ്സിലായില്ലേ? ഇതാണ് ആ വിഷയത്തിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഉണർത്തിയത്. ഇനി അടുത്ത ആഴ്ച നമുക്ക് വിശദീകരിക്കാനുള്ള ഒരു ഭാഗം ഫലാ യൻഫൂന അൻഹു മാ വസഫ ബിഹി നഫ്സഹു വലാ യുഹർരിഫൂന അൽ കലിമ അൻ മവാദിഇഹി. ചില ഉദാഹരണങ്ങളിലൂടെ കുറച്ച് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉണർത്താനുള്ളത് കൊണ്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് ആ ഒരു ഭാഗം പിന്നെ ഇൻഷാ അല്ലാഹ് തുടർത്തിയിട്ട് പിന്നീട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കും. ഇതോടനുബന്ധിച്ച് ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചപ്പോൾ
തഅ്വീലുമായി ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങൾ ഇവിടെ വരികയുണ്ടായി. അഥവാ നമുക്കറിയാം, അള്ളാഹുവിൻ്റെ സിഫാത്തുകളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സഹാബത്തിൻ്റെയും കാലഘട്ടത്തിൽ, അതേപോലെ താബീങ്ങളുടെയും താബീങ്ങളുടെയും ഒക്കെ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ അതിൻ്റെ ബാഹ്യം ഏതൊന്ന് അറിയിക്കുന്നുവോ അത് സ്വീകരിക്കുന്നതിൽ എല്ലാവരും ഏകോപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ എത്ര അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ കുറിച്ച് പറഞ്ഞു? അള്ളാഹുവിന് അവൻ്റെ ദാത്തിയായിട്ടുള്ള സിഫാത്തുകളുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ അഫ്ആലിയായ സിഫാത്തുകളുണ്ട്, ഇസ്തിവായിനെ പോലുള്ള. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ദാത്തിയായ സിഫത്തുകളിൽ ഖബരിയായ സിഫത്തുകളുണ്ട്. അള്ളാഹുവിന് യദുണ്ട്, വലിയദാഹു മബ്സൂതത്താനി. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ വജ്ഹിനെ കുറിച്ച് പറഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള സിഫത്തുകളുണ്ട്. ഇതിലൊന്നും ഒരു ചോദ്യം ചെയ്യലോ അതെങ്ങനെ എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കലോ ഉണ്ടാകാതെയായിരുന്നു സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഇസ്ലാമിക ലോകത്ത് ഒരു വിഭാഗം മുളപൊട്ടി. അമവി ഖലീഫമാരിൽ അവസാനത്തെ വ്യക്തിയായിരുന്ന മർവാൻ ഇബ്നു മുഹമ്മദ് എന്ന് പറയുന്ന ഭരണാധികാരിക്ക് സിറിയയിൽ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു. അയാളുടെ പേരാണ് അൽ ജഅദ് ബിൻ ദിർഹം. അയാളുടെ ഒരു ശിഷ്യനുണ്ടായിരുന്നു അൽ ജഹ്ം ബിൻ സഫ്വാൻ. വ്യക്തമായ ജൂത പാരമ്പര്യം ഉള്ള രണ്ടാളുകളാണ് ജഅദ് ബിൻ ദിർഹമും അതേപോലെ തന്നെ ജഹ്ം ബിൻ സഫ്വാനും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹ്ർ ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള ലബീദ് ബിൻ ആസമിന്റെ കുടുംബമായിട്ടൊക്കെ ഇവർക്ക് ബന്ധമുണ്ട് എന്നുള്ളത് ചരിത്രപരമായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഏതായാലും അള്ളാഹുവിന്റെ സിഫാത്തുകളെ നിഷേധിക്കുക എന്നുള്ള പ്രവണത മുസ്ലിം സമുദായത്തിൽ ഉടലെടുത്തത് ഇവരിലൂടെയാണ്. ഹിജ്റയുടെ 124-ലും 128-ലും ഈ രണ്ട് കഥാപാത്രങ്ങൾ ഇസ്ലാമിക ശിക്ഷാ കോടതിയുടെ വിധി പ്രകാരം വധിക്കപ്പെടുകയാണ് ഉണ്ടായത്. ജഅദ് ബിൻ ദിർഹമും അതേപോലെ തന്നെ ജഹ്ം ബിൻ സഫ്വാൻ. അള്ളാഹുവിന്റെ സിഫാത്തിനെ നിരാകരിക്കുക, അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദാത്ത് കൊണ്ടും സിഫാത്ത് കൊണ്ടും അഫ്ആൽ കൊണ്ടും അള്ളാഹു ഉലുവിലാണ് എന്നതിനെ നിരാകരിക്കുക തുടങ്ങിയുള്ള വാദം ഇവരിൽ നിന്നാണ് ഇസ്ലാമിക ലോകത്തെ ചില പിഴച്ച കക്ഷികൾ സ്വീകരിച്ചത് എന്നുള്ളത് ചരിത്രത്തിലെ ഒരു വലിയ നേരാണ്. മുഅ്തസിലിയ കക്ഷികളും അതേപോലെ തന്നെ ഈ ജഹ്മിലേക്ക് ചേർത്തിട്ടുള്ള ജഹ്മിയ പ്രസ്ഥാനം, അതിനെ തുടർന്ന് മുഅ്തസിലിയത്ത്, ഷിയാക്കൾ, ഖവാരിജികൾപ്പെട്ട ഇബാദിയ വിഭാഗം, ഇവരൊക്കെ ഈ ഒരു രണ്ട് വ്യക്തികളിൽ നിന്നുണ്ടായ സിഫാത്തുകളുടെ നിഷേധവും അതേപോലെ തന്നെ ദുർവ്യാഖ്യാനവും അതിലൂടെയാണ് ഇവർക്കൊക്കെ തുടക്കമുണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ മുഴുവൻ ഇസ്മുകളെയും സിഫാത്തുകളെയും വ്യാഖ്യാനിച്ചവർ അവരുടെ കൂട്ടത്തിലുണ്ട്. ജഹ്മികളെ പോലുള്ള, മുഅ്തസിലിയത്തിനെ പോലുള്ള, റാഫിദികളെ പോലുള്ള, സൈദിയാക്കളെ പോലുള്ളതായ വിഭാഗങ്ങൾ, അതേപോലെ തന്നെ ഖവാരിജികൾ, അവരും ജഹ്മികളെ തുടർന്ന് പല സിഫാത്തുകളെയും വ്യാഖ്യാനിച്ചവരുടെ കൂട്ടത്തിലാണ്. ഇവർ സിഫാത്തുകളെ മാത്രമല്ല വ്യാഖ്യാനിച്ചത്, അള്ളാഹുവിന്റെ അസ്മാവ് സിഫാത്തുകളെ വ്യാഖ്യാനിച്ചതുപോലെ തന്നെ പരലോകവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ സിറാത്ത്, മീസാന് തുടങ്ങിയ വിഷയങ്ങളിലും അവർ വ്യാഖ്യാനം നടത്തിയിട്ടുണ്ട്. സിറാത്തിനെ സ്ഥാപിക്കുന്നവരല്ല, അതേപോലെ തന്നെ മീസാൻ അതിൽ വിശ്വസിക്കുന്നവരല്ല ഈ പ്രസ്ഥാനത്തിന്റെ ആളുകൾ. അവരതിനൊക്കെ ദുർവ്യാഖ്യാനിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അവരാണ് ഏറ്റവും കടുത്ത
അപരാധത്തിന്റെ ആളുകൾ. ഏതിന്റെ വിഷയത്തിൽ? അസ്മാ വ സിഫാത്തിന്റെ വിഷയത്തിൽ. കാരണം അവർ ദുർവ്യാഖ്യാനത്തിന്റെ വാക്താക്കളായിരുന്നു. മറ്റൊരു വിഭാഗം ചില സിഫത്തുകളെ സ്ഥാപിക്കുകയും ചില സിഫത്തുകളെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നവരാണ്. കുല്ലാബിയ എന്ന പേരിലുള്ള അബ്ദുല്ലാഹ് ഇബ്നു സഈദ് ഇബ്നു കുല്ലാബ് അല്ലെങ്കിൽ കുല്ലാബ് എന്ന പേരിലേക്ക് ചേർത്തുകൊണ്ട് കുല്ലാബിയ കക്ഷികൾ, അതേപോലെ തന്നെ അബുൽ ഹസൻ അൽ അഷ്അരിയിലേക്ക് ചേർത്തുകൊണ്ടുള്ള അഷ്അരി വിഭാഗം, അവരൊക്കെ ഇതിൽപ്പെട്ടതാണ്. എല്ലാ സിഫാത്തുകളെ അവർ വ്യാഖ്യാനിച്ചിട്ടില്ല, പക്ഷെ ചില സിഫത്തുകളെ അവർ വ്യാഖ്യാനിക്കുകയുണ്ടായി. മനസ്സിലായില്ലേ? അബുൽ ഹസൻ അൽ അഷ്അരി റഹിമഹുല്ല 40 വർഷം മുഅ്തസിലി പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്ന ആളാണ്. അബുൽ ഹസൻ അൽ അഷ്അരി 40 കൊല്ലം മുഅ്തസിലി പ്രസ്ഥാനത്തിന്റെ വക്താവായി. പിന്നെയാണ് അദ്ദേഹം മുഅ്തസിലിയത്തിൽ നിന്ന് തൗബ ചെയ്തിട്ട് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശം സ്വീകരിക്കുന്നത്. പക്ഷേ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശം അദ്ദേഹം സ്വീകരിക്കുമ്പോൾ മുഅ്തസിലി പ്രസ്ഥാനത്തിൽ നീണ്ട കാലം അതിന്റെ ആദർശത്തിന്റെ വക്താവായത് കാരണത്താൽ അദ്ദേഹത്തിൽ ചില പിഴവുകൾ സംഭവിച്ചു എന്നുള്ളത് നേരാണ്. ചില സിഫത്തുകളെ വ്യാഖ്യാനിക്കുകയും എന്നാൽ ചില സിഫാത്തുകൾ അദ്ദേഹം സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. മുഅ്തസിലികളെ പോലെ എല്ലാ സിഫാത്തുകളെയും നിഷേധിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടില്ല. എന്നാലും ഇമാം അബുൽ ഹസൻ അൽ അഷ്അരി റഹിമഹുല്ല അദ്ദേഹം മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിൽ നിന്നുണ്ടായ വ്യാഖ്യാനത്തിന്റെ വിഷയത്തിൽ അദ്ദേഹം തൗബ ചെയ്തിരുന്നു എന്നുള്ളത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു വിഭാഗം സിഫത്തിന്റെ വിഷയത്തിൽ അള്ളാഹുവിന്റെ സിഫാത്തുകൾ അറിയിക്കുന്ന അർത്ഥങ്ങളുണ്ട്. അറബി ഭാഷയിലാണല്ലോ അള്ളാഹുവിന്റെ സിഫാത്തുകൾ അള്ളാഹു വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് സ്ഥാപിച്ചത്. അതിനൊരു മാനുണ്ട്. ആ മാന അറിയിക്കുന്നത് നമ്മൾ വിശ്വസിക്കേണ്ടതാണ്. അള്ളാഹു ഇസ്തിവ എന്ന് പറയുമ്പോൾ അലാ വർത്തഫ എന്ന അറബിയിൽ അതിനൊരു മാനുണ്ട്. അപ്പൊ ആ മാന നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ എൻസിലു റബ്ബുന എന്ന് പറയുമ്പോൾ റബ്ബ് ഇറങ്ങി എന്ന് പറയുമ്പോൾ എൻസിലു എന്നുള്ളതിന് അറബിയിൽ ഒരു തേട്ടുണ്ട്. ആ തേട്ടം നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. കാരണം എന്താ? ആ പദം അറിയിക്കുന്ന തേട്ടമാണ്. എന്നാൽ എങ്ങനെ എന്നുള്ളതാണ് അറിയിക്കാത്തത്. അതുകൊണ്ടാണ് ഇമാം മാലിക് പറഞ്ഞത് സിഫത്തിനെ കുറിച്ച് അൽ ഇസ്തിവാഉ ഗൈറു മജ്ഹൂൽ വൽ കൈഫ് ഗൈറു മഅഖൂൽ. ബുദ്ധിക്ക് പ്രാപ്യമല്ല. മറ്റേത് ബുദ്ധിക്ക് പ്രാപ്യമാണ്. കാരണം അറബി ഭാഷയുടെ തേട്ടം അറിയിക്കുന്നുണ്ട്. അർത്ഥം എന്ത് എന്നുള്ളത് അറബി ഭാഷയുടെ തേട്ടം അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് ബുദ്ധിക്ക് പ്രാപ്യമാണ്. എങ്ങനെ എന്നുള്ളത് അള്ളാഹു പറയാത്തത് കാരണത്താൽ അത് ബുദ്ധിക്ക് പ്രാപ്യമല്ല. അതുകൊണ്ട് തന്നെ ഒരു വിശേഷണത്തിന്റെ കൈഫിയത്ത് എങ്ങനെ എന്നുള്ളത് നമുക്കറിയില്ല. അത് നമ്മൾ അള്ളാഹുലേക്ക് വിടുകയാണ്. എന്നാൽ ആശയം എന്ത് എന്ന് നമുക്കറിയാം. നമ്മൾ അത് വിശ്വസിക്കേണ്ടതാണ്. ഇസ്ലാമിക ലോകത്ത് മൂന്നാമതൊരു വിഭാഗം ഉണ്ടായ ആ വിഭാഗം അള്ളാഹുവിന്റെ സിഫാത്തുകളുടെ ആശയങ്ങളും അതിന്റെ കൈഫിയത്തും എങ്ങനെ എന്നുള്ളതും ഒക്കെ അള്ളാഹുവിലേക്ക് വിട്ടു. അവരെന്ത് ചെയ്യൂല? അവർ അള്ളാഹുവിന്റെ സിഫത്തുകൾക്കുള്ള അർത്ഥം അവര് പറയും ഞങ്ങൾക്ക് അതിന് ഒരു അർത്ഥം അറിയില്ല. ഇപ്പൊ ഇസ്തിവ എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ല. എൻസിലു എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ല. അതൊക്കെ അള്ളാഹുവിലേക്ക് അവരെന്ത് ചെയ്തു? തഫ്വീദ് ചെയ്തു. കൈഫിയത്ത് എന്ന പോലെ മാനയും. അതും ഇസ്ലാമികമായിട്ട് തെറ്റായ ഒരു രീതിയാണ്. മനസ്സിലായില്ലേ? അശ്അരികളിൽ ചിലരും അതേപോലെ തന്നെ ഹംബലികളിൽ ചിലരും ഈ ഒരു ഫിത്നയിൽ അകപ്പെട്ടിട്ടുണ്ട്. എന്നാണ് അവര് ആ വിഷയത്തിൽ പറഞ്ഞത്. മനസ്സിലായില്ലേ? ഒന്നുകിൽ വ്യാഖ്യാനിക്കുക, അല്ലെങ്കിൽ അർത്ഥവും അതിന്റെ കോലമൊക്കെ ഒരുപോലെ അള്ളാഹുവിലേക്ക് വിടുക. ഇതായിരുന്നു അവരുടെ രീതി. യഥാർത്ഥത്തിൽ അതല്ല ശരിയായിട്ടുള്ളത് എന്താണ്? അതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ രീതി. യഥാർത്ഥ സലഫി അഖീദയും ആദർശവും അതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഇവിടെ ഈ വിവരണത്തിൽ നമ്മളോട് പറഞ്ഞത്. അൽ ഈമാനു ബിമാ വസഫ ബിഹി നഫ്സുഹു ഫി കിതാബിഹി വബിമാ വസഫഹു ബിഹി റസൂലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഗൈരി തഹരീഫിൻ വലാ തഅതീലിൻ വമിൻ ഗൈരി തക്യീഫിൻ വലാ തംസീൽ. എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വന്തത്തെ സ്ഥിരീകരിച്ച വിശേഷണങ്ങളെ നമ്മളും സ്ഥിരീകരിക്കുക. ആ സിഫത്തുകൾക്ക് ഒരു ആശയമുണ്ട്, അർത്ഥമുണ്ട്. ആ അർത്ഥം എന്താണോ അറബി ഭാഷ അറിയിക്കുന്നത് അത് നമ്മൾ ഉൾക്കൊള്ളുകയും വിശ്വസിക്കുകയും ചെയ്യുക. അപ്പൊ ഇസ്തിവാ എന്ന് പറഞ്ഞാൽ അറബിയിൽ അതിനൊരു അർത്ഥമുണ്ട്.
അതിനൊരു തേട്ടുണ്ട്. ആ തേട്ടം നമ്മൾ വിശ്വസിക്കാൻ അംഗീകരിക്കാം. എൻസിലു എന്ന് പറയുമ്പോൾ അതിനൊരു തേട്ടുണ്ട്, അറബിയിൽ ഉള്ള പദാണ്, അതിനൊരു മാനുണ്ട്. അത് നമ്മൾ വിശ്വസിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക. അള്ളാഹുവിന്റെ യദിനെ കുറിച്ച് പറഞ്ഞു, വലിയ യദാഹും അബ്സൂതത്താൻ, അള്ളാഹുവിന്റെ ഇരു കരങ്ങളും നിവർത്തപ്പെട്ടതാണ്. ഇരു കരങ്ങൾ, യദ് എന്ന് പറഞ്ഞാൽ അതിന്റെ അറബി ഭാഷയിൽ ഒരു മാനുണ്ട്, അതിനൊരു മുക്തത ഉണ്ട്. അപ്പൊ ആ മാനയിൽ നമ്മൾ വിശ്വസിക്കുക, അത് നമ്മൾ സ്ഥിരീകരിക്കുക, അതും അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുക എന്നുള്ളത് എന്തല്ല, അത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ രീതിയല്ല, സലഫി അഖീദയല്ല എന്നുള്ളത് ഇത്തരുണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഈ നാലാമത് പറഞ്ഞതായ അഖീദ, അതാണ് പണ്ഡിതന്മാരുടെ അഥവാ സഹാബത്തിന്റെയും താബീങ്ങളുടെയും അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതായ പണ്ഡിതന്മാരുടെയും അഖീദ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇമാം അബൂ ജഅഫർ തഹാവി അദ്ദേഹത്തിന്റെ അൽ അഖീദത്തുൽ വാസിത്തിയയിൽ, മനസ്സിലായില്ലേ, ഈ ഒരു അഖീദയാണ് പഠിപ്പിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇമാം അബൂ ഹനീഫയുടെയും അബൂ യൂസുഫിന്റെയും മുഹമ്മദ് ബിൻ അൽ ഹസൻ അഷൈബാനി, ഇമാം അബൂ ഹനീഫന്റെ രണ്ട് പ്രബല ശിഷ്യന്മാരാണ് അബൂ യൂസുഫും അതേപോലെ തന്നെ മുഹമ്മദ് ബിൻ ഹസൻ അഷൈബാനി, അതേപോലെ തന്നെ ഇമാം അബൂ ഹനീഫ, ഇവരുടെ അഖീദ ഇതാണ് എന്നാണ് ഇമാം അബൂ ജഅഫർ തഹാവി അൽ അഖീദത്തുൽ വാസിത്തിയയിൽ പറഞ്ഞത്. ഏത്? അള്ളാഹുവിന്റെ സിഫാത്തുകൾക്ക് ഒരു മാനുണ്ട്, ആ മാന നമ്മൾ സ്ഥിരീകരിക്കണം. എങ്ങനെ എന്നുള്ളതാണ് നമുക്കറിയാത്തത്, അതാണ് അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കേണ്ടത്. അതേപോലെ തന്നെ ഇമാം മാലിക്കിന്റെ അസ്ഹാബുകളിൽ, പിന്നെ പണ്ഡിതന്മാരിൽ ഇമാം അബൂ ഉമർ ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാ തംഹീദിൽ ഇമാം മാലിക്കിന്റെ അഖീദയായിട്ട് കിതാബ് തംഹീദിൽ പഠിപ്പിക്കുന്നത് ഈ നാലാമത് ഞാൻ പറഞ്ഞതായ അഖീദയാണ്. മനസ്സിലായ? ഇമാം മാലിക് ഇമാം ഇബ്നു അബ്ദുൽ ബറിനെ പോലെ ഇബ്നു അബി സയ്യിദ് അൽ ഖൈർവാനി അദ്ദേഹത്തിന്റെ റിസാലയിൽ യഥാർത്ഥ അഖീദയായിട്ട് പഠിപ്പിച്ചത് ഈ നാലാമത് പറഞ്ഞതായ വിശ്വാസമാണ്. അതേപോലെ തന്നെ ഇമാം ഷാഫി റഹ്മഹുല്ലായുടെ മദ്ഹബിലെ ആധികാരികരായ അഖീദയിലെ പണ്ഡിതന്മാരാണ് ഉസ്മാൻ ബിൻ സഈദ് ദാരിമി, ഇമാം ദാരിമി, അതേപോലെ തന്നെ ഇമാം ഇബ്നു ഖുസൈമ, അതേപോലെ തന്നെ ഇമാം സാബൂനി തുടങ്ങിയതായ അയിമ്മത്തുകൾ. മനസ്സിലായില്ലേ? ഇമാം ഉസ്മാൻ ബിൻ സഈദ് ദാരിമിയും ഇബ്നു ഖുസൈമയും സാബൂനിയും ഒക്കെ അവരുടെ അഖീദയായിട്ട്, അഥവാ ഇമാം ഷാഫി റഹിമഹുള്ളയുടെ അഖീദയായിട്ട് മദ്ഹബായിട്ട് പഠിപ്പിച്ചത് ഈ അഖീദയാണ്. ഏത് അഖീദ? അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹ്ക്ക് സ്ഥിരപ്പെടുത്തിയതെന്തോ അത് എന്തൊരാശയത്തെ, അർത്ഥത്തെ തേടുന്നുവോ അത് സ്ഥിരീകരിക്കുക എന്നുള്ളതാണ്. മനസ്സിലായേ? ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഷൈബാനിയെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ന്യൂനപക്ഷം മാത്രമാണ് തഫ്വീദിന്റെ ആളുകളായിട്ട് ഇബ്നുൽ ജൗസിയെ പോലുള്ളതായ ചില പണ്ഡിതന്മാർ മാത്രമാണ്, അല്ലെങ്കിൽ ഇബ്നു അഖീലിനെ പോലുള്ളതായ അബുൽ വഫ ഇബ്നു അഖീലിനെ പോലുള്ളതായ ഇബ്നുൽ ജൗസിയെ പോലുള്ളതായ ചിലർ മാത്രമാണ് വ്യാഖ്യാനത്തിന്റെ ആളുകളായിട്ട് ഹംബലി മദ്ഹബിലുള്ളത്. ഭൂരിപക്ഷ പണ്ഡിതന്മാരും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ, ഇബ്നു ഖയ്യിം, ഇബ്നു ദഖീഖുൽ അഈദ് തുടങ്ങിയിട്ടുള്ളതായ അയിമ്മത്തുകളൊക്കെയും ഹംബലി മദ്ഹബിൽ ഞാൻ ഈ നാലാമത് വിശദീകരിച്ചതായ രീതിയിൽ അള്ളാഹുവിന്റെ സിഫാത്തുകളെ സമീപിച്ച വിശ്വസിച്ചതായ അയിമ്മത്തുകളാണ് എന്ന് ഇത്തരുണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഷാഫി മദ്ഹബിൽ തന്നെയുള്ള അയിമ്മത്തുകൾ എങ്ങനെയാണ് സിഫാത്തുകളെ സമീപിച്ചത് എന്നുള്ളൊരു ഭാഗം നമ്മൾ പിന്നീട് ഇൻഷാ അല്ലാഹ് ഇതിന്റെ ചില ഭാഗങ്ങൾ വിശദീകരിച്ച് വരുമ്പോൾ ഇവിടെ തുടർന്ന് സംസാരിക്കും. കാരണം അതും ചില ആളുകൾ നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഷാഫി മദ്ഹബിലെ അയിമ്മത്തുകൾ സിഫാത്തുകളുടെ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട്, മനസ്സിലായില്ലേ? അത് ഈ വിഷയത്തിൽ ഇൻഷാ അല്ലാഹ് ചില ഭാഗങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് വരും. അവിടെ ഇൻഷാ അല്ലാഹ് നമ്മൾ തുടർത്തിയിട്ട് സംസാരിക്കും. ഇതാണ് വിഷയത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ഈ സത്യദീനിൽ നമുക്ക് എല്ലാവർക്കും അള്ളാഹു ഫിഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളായി ജീവിച്ച് സത്യവിശ്വാസികളായി മരിച്ച് സത്യവിശ്വാസികൾക്കൊപ്പം അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽക്കാൻ നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅഹ്ലി ബൈത്തിഹി ത്വയ്യിബീന ത്വാഹിരീൻ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.